മാനേജേഴ്സ്. സോ നമുക്കിന്നൊരു മോട്ടിവേഷൻ കോട്ടോടെ സ്റ്റാർട്ട് ചെയ്യാം. ദി ബെസ്റ്റ് വ്യൂ കംസ് ആഫ്റ്റർ ദി ഹാർഡസ്റ്റ് ക്ലൈം. നമ്മൾ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു കുന്നിൻ്റെ മേളിൽ കയറിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റുള്ളൂ. അതേപോലെയാണ് നമ്മളെ ലൈഫിലും. നമ്മൾ ഹാർഡസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുള്ളൂ. ഞാൻ പണ്ട് പറയണത് പോലെ തന്നെ നമ്മൾ ഒരു വർഷം ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളെ ലൈഫ് സെറ്റിൽഡ് ആണ്. സോ ഡു യുവർ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. A man's annual income has increased by 20 rupees 20 lakhs, but the tax on income has to pay has reduced by 20% to 16%. He now pays the same amount of tax as earlier. What is the new income? Rupees in lakhsiലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഒരാളുടെ ഇൻകം 20 ലക്ഷം കൂടുതലായി. നേരത്തെ ഉണ്ടായ പൈസയും കാട്ടി അങ്ങേർക്ക് ഇൻക്രിമെന്റ് കിട്ടി 20% കൂടുതലാണ്. സോ അങ്ങേർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ട ഇപ്പോഴത്തെ ടാക്സ് റെഡ്യൂസ് ചെയ്ത് 20% കൊടുത്തോണ്ടിരുന്ന ആള് പിന്നെ 16% കുറഞ്ഞു. പക്ഷെ he now pays the same amount of tax as yearly. പക്ഷെ അങ്ങേര് നേരത്തെ അടച്ചുകൊണ്ടിരുന്ന അതേ പൈസ തന്നെ ഇപ്പോഴും പുള്ളി അടച്ചുകൊണ്ടിരിക്കണം. സോ വാട്ട് ഈസ് ദി ന്യൂ ഇൻകം? അതാണ് നമ്മൾ ആദ്യം പുള്ളി കൊടുത്തത്. പുള്ളിയുടെ സാലറിയിലെ 20% ടാക്സ് ആണ് പുള്ളി കൊടുത്തത്. രണ്ടാമതാണെങ്കിലോ പുള്ളി 20 ലക്ഷം കൂടിയതിന് ശേഷം പുള്ളി 16% പുള്ളി കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ആദ്യം പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുവൽ ഇൻകത്തിന് നമ്മൾ എ എന്ന് പറഞ്ഞെടുക്കാം. രണ്ടാമത് കിട്ടിയതിന് നമുക്ക് ബി എന്ന് പറഞ്ഞെടുക്കാം. സോ 20% എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/5. എ ഈക്വൽ ടു 16% എന്ന് പറയുമ്പോൾ 16 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 4 വട്ടം പോകും. 4 25 4. സോ 4/25 ബി ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ 5 മേളിലോട്ട് പോയ എ ഇസ് ഈക്വൽ ടു 4 into 5 divided by 25 a by b ആയിരിക്കും. സോ 5 വെട്ടിപ്പോവും. സോ a by b എന്ന് പറയുമ്പോൾ 4/5 ആയിരിക്കും. അപ്പം ഞാൻ ബ്ലാക്ക് പെൻ എടുക്കാമേ. സോ നമ്മളെ a ഈസ് ടു b എത്രയാണ്? 4:5 ആണ്. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന സാലറിയും കാട്ടി 20 ലക്ഷം കൂടുതലാണ് പുള്ളിക്ക് ഇപ്രാവശ്യം കിട്ടിയത്. സോ എയും ബിയും നമ്മളെ സാലറിയാണ്. സോ ഇതിന്റെ ഡിഫറൻസ് അല്ലേ? ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ്സ്. സോ ഇതിന്റെ ഡിഫറൻസ് അല്ലേ 20 lakhs rupees 20 lakhs. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തോന്നാണ്? ഹിസ് ന്യൂ ഇൻകം. പുള്ളിയുടെ ന്യൂ ഇൻകം ആണ് നമുക്ക് കണ്ടുപിടിക്കുക. 5 ലക്ഷമാണ് പുള്ളിയുടെ ന്യൂ ഇൻകം. സോ ഇൻറ്റു 20 എത്രയാണ്? 100 rupees 100 lakhs ആണ് പുള്ളിയുടെ. സോ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കണം പുള്ളിക്ക്. സോ ഇത് ലാക്സിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 100 lakhs എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ക്വസ്റ്റ്യനിൽ എന്ത് പറയോ അതേപോലെ നമ്മൾ ചെയ്യണം. ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. നമ്മൾ ഇതുവരെ 8 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. സോ 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് 7 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി നമ്പർ ഫ്രം 1 to 80 ഹാസ് 1 or 9 ഇൻ ദി യൂണിറ്റ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പം ഈ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് 1 യൂണിറ്റ് ഡിജിറ്റ് 1 or 9 ആയിരിക്കണം. എന്ന് പറയുമ്പം നമ്മൾ 1 9 19 11 19 21 29 ഇതൊക്കെയാണ് നമ്മളെ ലാസ്റ്റ് 1 വെച്ചും അപ് ടു 79 ആയിരിക്കും പറയാനുള്ളത്. സോ നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതായിരിക്കണം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം 1 9 അങ്ങനെ എത്ര വട്ടം? 2 വട്ടം. സോ അടുത്ത എത്ര? 11 19 അത് 2 വട്ടം. സോ അങ്ങനെ അപ് ടു 71 into 79 വരെ പോകും.
2. സോ ഇതെന്ന് പറയുമ്പം 2 into 8 equal to 16. അപ്പോൾ 16 നമ്പേഴ്സ് ആണ് നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ളത്. 1ഉം 9 വെച്ച് അവസാനിക്കുന്ന 16 നമ്പറാണ് നമുക്കുള്ളത്. കാരണം നമ്മൾ 2 വെച്ചിട്ട് ഇവിടെ ഓരോ ടേംസും 2 വെച്ചിട്ട് 1 to 10ൻ്റെ ഇടയിൽ 2 വെച്ച്, അങ്ങനെ 10 to 20യുടെ ഇടയിൽ 2 വെച്ച്, അങ്ങനെ അപ് ടു 80. അപ്പം 2 into 8 എത്രയാണ്? 16. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ടോട്ടൽ numbers. So 16 divided by 80, total number of numbers, into 100. So എത്ര? ഇതും ക്യാൻസൽ ആയിപ്പോയി. സോ 1 to 20% ആണ് നമ്മുടെ ആൻസർ. അടുത്ത നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. A man spent 10% of his salary on food. He spent 20% of the remaining on fuel. If he left with rupees 4,680, then what is his salary? So നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻകം ഈസ് ഈക്വൽ ടു സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? നമ്മൾ എത്ര സ്പെൻഡ് ചെയ്തെന്നും സേവ് ചെയ്തെന്നും ഉള്ളതാണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമുക്ക് നമുക്ക് ലെറ്റ് എപ്പോഴും എടുക്കേണ്ട 100 വെച്ചായിരിക്കണം. നമ്മൾ എപ്പോഴും സാലറി ആയാലും ഇൻകം ആയാലും എന്തൊരു ടൈം വന്നാലും 100 വെച്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സോ സാലറി ഈക്വൽ ടു 100. സാലറി എത്ര? നമ്മൾ 100 ആയിട്ട് എടുത്തു. എ മാൻ സ്പെൻഡ് 10% ഓഫ് ഹിസ് സാലറി ഓൺ ഫുഡ്. അപ്പം ഫുഡിന് വേണ്ടി പുള്ളി എത്ര എടുത്തു? 10% ഓഫ് സാലറി. അപ്പം എത്ര? 10 അല്ലേ ഫുഡിന് വേണ്ടി ചെലവാക്കിയ റുപ്പീസ്. സോ അടുത്ത് നമുക്ക് നോക്കാം. ഫ്യൂവലിന് വേണ്ടി പുള്ളി 20% സാലറിയുടെ 20% എന്തോന്ന് സ്പെൻഡ് ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 20 ഇങ്ങനെ എഴുതിയ അപ്പം ഒരു ഇങ്ങനെ അങ്ങ് വെട്ടിയിട്ട് -1 ഇട്ട് തരും. സോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം, എന്താണ് നമുക്ക് പറ്റിയത്. ഒരു മിനിറ്റ്. Fuel, he spent 20% of the remaining on fuel എന്നാണ്. 20% of the remaining കേട്ടില്ലേ? അപ്പൊ എത്ര? നമ്മുടെ റിമൈനിങ് എത്രയാണ്? അപ്പം 100 മൈനസ് 10 എത്ര? 90. അതാണ് നമ്മളെ റിമൈനിങ് അല്ലെ? ഫുഡ് കഴിഞ്ഞാൽ പിന്നെ എത്ര? 10 സബ്ട്രാക്ട് ചെയ്ത 100 മൈനസ് 10 എത്ര? 90 ആണ് നമ്മളെ റിമൈനിങ്. സോ നമ്മളെ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ 20% ഓഫ് 90. അപ്പം 1/5 എന്ന് പറയുമ്പോൾ ഇൻറ്റു 90 എന്ന് പറയുമ്പോൾ 118 ആയിരിക്കും നമ്മുടെ ഫ്യൂവൽ. സോ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചു, ഇഫ് ഹി ലെഫ്റ്റ് വിത്ത് റുപ്പീസ് 4,680. സോ നമുക്ക് അപ്പം ഫുഡ് പ്ലസ് ഫ്യൂവൽ എത്രയാണ്? 28 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തോന്നാണ്? ഇഫ് ഹി ലെഫ്റ്റ് വിത്ത് റുപ്പീസ്, പുള്ളിയുടെ ഇനി ബാക്കിയുള്ള 4,680 പുള്ളിയുടെ കയ്യിൽ ബാക്കിയുള്ളത്. സോ ഇതപ്പോ എക്സ്പെൻഡിച്ചർ ആണല്ലോ. അപ്പൊ ഇനി പുള്ളിയുടെ ബാക്കിയുള്ളത് എത്രയാണ്? ബാക്കിയുള്ള സേവിങ്സ് എത്രയാണ്? 100 മൈനസ് 28 എത്ര? 72 അല്ലേ പുള്ളിയുടെ ബാക്കിയുള്ള സേവിങ്സ്. പുള്ളിക്ക് ബാക്കിയുള്ള എത്രയാണ്? 72 അല്ലേ? സോ 72 ആണ് എത്രയെന്ന് പറയണ? 4,680 എന്ന് പറയുന്നത്. ഈ 4,680 ഡിവൈഡഡ് ബൈ 72.
അപ്പൊ നമ്മള് 3ന്റെ ടേബിളിൽ ഇത് വെട്ടിപ്പോകുന്ന എങ്ങനെ നോക്കുകയാണ്. സോ ആദ്യം നമുക്ക് നോക്കാം, ഇത് 3ന്റെ പോകുന്നു. 7 + 2 എത്ര? 9. സോ പോവും 10 18. സോ നമ്മളപ്പം നോക്കണ്ട, ഇപ്പം നമ്മൾ 9ന്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 4 + 6 + 8 എത്ര? 18. എത്ര ടേം ആണോ 9 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ അത് 9ന്റെ ടേബിൾ ആയിരിക്കും. സോ എത്ര? 9 വെച്ച് നമുക്ക് ഡിവിസിബിൾ ചെയ്യാം. സോ 8 ഇത് വെട്ടുമ്പോൾ എത്രയാവും? 5 2 0. സോ ഇത് വെട്ടിപ്പോകുമ്പോൾ എത്രയാണ്? 65 ആണ് നമ്മുടെ ആൻസർ. സോ 70 സോറി 1 മിനിറ്റ്. പുള്ളിയുടെ വാട്ട് ഈസ് ഹീസ് സാലറി എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പൊ സാലറി എത്രയാണ്? 100 അല്ലേ നമ്മൾ എടുത്തിട്ടുള്ള? 100 യൂണിറ്റ്സ് ആണ്. സോ 100 × 65 എത്ര? 6500 അല്ലേ? സോ നമ്മളെ സാലറി ആൻസർ ഈക്വൽ ടു 6500 ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ സംസാരിക്കാം. So daily ticket of a metro station, metro train cost ₹120 and monthly pass cost ₹3276. If the Sogan buys the monthly pass and travels for 30 days in a month, then what percentage does he saves? So ഡെയിലി പുള്ളി ട്രെയിനിൽ പോവുകയാണെങ്കിൽ ട്രെയിനിൽ കോസ്റ്റ് ആവണത് ഡെയിലി പുള്ളിക്ക് 120 ആണ്. എന്നാൽ പുള്ളി ഒരു മന്ത്ലി പാസ് എടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് ₹3276 ആണ് കോസ്റ്റ് ആവണം. സോ പുള്ളി മന്ത്ലി ആണ് പുള്ളി ഈ പൈസയും കൊടുത്ത് പോവുകയാണെങ്കിൽ, സോ 120 × 30 എന്ന് പറയുമ്പോൾ മിനിമം 30 days ആണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ 30 യൂസ് ചെയ്യുന്നത്. സോ 3600 ആയിരിക്കും നമ്മളെ ആൻസർ. സോ മന്ത്ലി പുള്ളി പൈസ കൊടുത്ത് പോവുകയാണെങ്കിൽ പുള്ളിക്ക് കിട്ടുന്ന പൈസ, പുള്ളി കൊടുക്കാനുള്ള പൈസ എന്ന് പറയുമ്പം 3600 ആയിരിക്കും. സോ പുള്ളി ഒരു മന്ത്ലി പാസ് എടുത്ത് പോവാണെങ്കിൽ പുള്ളിക്ക് 3270. നമ്മൾ അസ്യൂം ചെയ്യല്ല, ഇവിടെ ഡേയ്സ് 30 days എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ 30 days ഇവിടെ × 30 എന്ന്. അത് എത്ര ഡേയ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഡേയ്സ് × മൾട്ടിപ്പിൾ ചെയ്യും. സോ നമുക്ക് വാട്ട് പെർസെൻറ്റേജ് ഡസ് ഹി സേവ്സ്? എത്ര പെർസെൻറ്റേജ് ആയിരിക്കും പുള്ളി സേവ് ചെയ്തത്? സോ നമ്മൾ കമ്പയർ ചെയ്യണത് നമ്മുടെ 3600 രൂപ വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഏത് വെച്ചാണ് കമ്പയർ ചെയ്യണത്? എത്ര സേവ് ചെയ്തെന്നാണ് ചോദിക്കണം. സോ 3600 വെച്ചായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യണം. സോ 3600 മൈനസ് 3276 എത്ര പെർസെൻറ്റേജിൽ കിട്ടും? സോ ഇത് ചെയ്യുമ്പം 324 divided by 36. കാരണം ഇതും വെട്ടിപ്പോവും. സോ എല്ലാവർക്കും ചെയ്യാൻ അറിയാലോ 3025. സോ ഇത് ക്രോസ് ചെയ്യുമ്പോൾ 9% ഉണ്ട്. 9% എങ്ങനെ കിട്ടി? സോ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9 വെച്ചായിരിക്കും നമ്മൾ ആദ്യം 3 5 9. സോ 9 32 എത്ര വട്ടം പോകും? 3 അപ്പോൾ എത്ര? 3 6. സോ ഇതെത്ര? 9. സോ 9% ആയിരിക്കും നമ്മുടെ ആൻസർ. സോ 9 × 3 എത്ര? 27 ആണ്. 27ന്റെ ബാക്കി എത്ര? 5. സോ അതുകൊണ്ടാണ് നമ്മൾ 6 എടുത്തത്. സോ 9% എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ 9% ആണ് നമുക്ക് കിട്ടിയ ആൻസർ. സോ നമ്മളെ പെർസെൻറ്റേജ് ഹി സേവ്സ് എത്രയാണ്?
9% ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. So thank you everyone for hearing this much time with us.